ഇതാ റിയൽ കേരള സ്റ്റോറി. പ്രണയത്തിന് മതം വിലങ്ങുതടിയായപ്പോൾ കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. മുഹമ്മദ് ഗാലിബും ആശാവർമ്മയും കായംകുളത്ത് വിവാഹിതരായി. ലവ് ജിഹാദ് ആരോപിച്ച് ജാർഖണ്ഡിൽ കടുത്ത പ്രതിഷേധം. ദമ്പതികൾക്ക് സംരക്ഷണമൊരുക്കി കേരള പോലീസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ ദുരൂഹത നീക്കാൻ പോലീസ്. അഫാനെ വിശദമായി ചോദ്യം ചെയ്യും. അമ്മ ഷെമിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയും. കൊലപാതകങ്ങൾക്കിടെ പ്രതി ബാറിലെത്തി മദ്യപിച്ചതായി സൂചന. അഫാന്റെ വീട്ടിലേക്ക് പോകുന്ന ഫർസാനയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് 18. ആശാവർക്കർമാർക്കെതിരെ അധിക്ഷേപം തുടർന്ന് CPM നേതാക്കൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് ഈർക്കിൽ സംഘടനയെന്ന് പരിഹാസം. എളമരം കരീമിനെ പിന്തുണച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ. സർക്കാരിനെ വിമർശിച്ച CPI നേതാവ് KK ശിവരാമൻ. ആശാവർക്കർമാരുടെ സമരം ഏറ്റെടുക്കാൻ കോൺഗ്രസ് രംഗത്ത്. സിനിമാ തർക്കം ഒത്തുതീർപ്പിലേക്ക്. സംഘടനകൾക്ക് വഴങ്ങിയ ആന്റണി പെരുമ്പാവൂർ. സുരേഷ് കുമാറിനെതിരായ FB പോസ്റ്റ് പിൻവലിച്ചു. എമ്പുരാനെതിരെ പ്രതികാര നടപടിയെന്ന് ചേംബർ. என்னுடைய தோழர்கள் தோழிகள் எல்லாருக்கும் என்னுடைய வணக்கம் வணக்கம் வணக்கம். പണമുണ്ടാക്കാൻ രാഷ്ട്രീയത്തിലിറങ്ങുന്നവരെ തൂത്തെറിയണമെന്ന് ദളപതി വിജയ്. മഹാബലിപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് തുടക്കം കുറിച്ച VTK മഹാസമ്മേളനം. സ്റ്റാലിനെയും മോദിയെയും ലക്ഷ്യമിട്ട് ഗെറ്റ് ഔട്ട് ക്യാമ്പയിൻ. അമേരിക്കൻ പൗരത്വം കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് ട്രംപിന്റെ ഷോക്ക്. പുതിയ പൗരത്വ പദ്ധതി പ്രഖ്യാപിച്ചു. 44 കോടി നൽകിയാൽ ഗോൾഡ് വിസ. ആഴ്ചകൾക്കുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപ്.